ചിക്കൻ 65 ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കഴിച്ചു നോക്കണം. പിന്നെ നിങ്ങൾ വേറൊരു ബിരിയാണിയെക്കുറിച്ച് ചിന്തിക്കുകയേയില്ല. അതാണ് ഐറ്റം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ 750 ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെയിറ്റ് വെച്ച് വെള്ളമെല്ലാം കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലക്കൂട്ടുകളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. എരിവ് കുറച്ച് മതി എന്നുള്ളവരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതോടൊപ്പം തന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങാ നീര്, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ചിക്കൻ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അതുപോലെ 2.5 ടേബിൾ സ്പൂൺ മൈദാമാവ്, ഒടുവിലായിട്ട് ഒരു മുട്ട അതുകൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കുറഞ്ഞതൊരു 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നിങ്ങളുടെ സൗകര്യം പോലെ 4 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചാലും തിരക്കേടില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കുറഞ്ഞത് 1 മണിക്കൂറിൽ കുറയാതെ തന്നെ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഈ കഷ്ണങ്ങൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഈ കഷ്ണങ്ങൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് മൂത്ത് ക്രിസ്പി ആയി കിട്ടുന്നത് വരെ ഇടവിട്ട് ഇളക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചിക്കൻ കഷ്ണങ്ങളെല്ലാം മൂത്ത് ക്രിസ്പി ആയി വരുന്നത് വരെയും തീ ഒരു മീഡിയത്തിനും ലോയ്ക്കും ഇടയിലായിരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പുറംഭാഗത്തെ മസാലക്കൂട്ട് വളരെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടിയൊന്നും വരില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ ഈ ചിക്കൻ പീസൊക്കെ ഈ കാണുന്നത് പോലെ നന്നായിട്ട് മൂത്ത് ക്രിസ്പി ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അടുത്തതായി നമുക്ക് ബിരിയാണി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഇത് നോൾട്ടയുടെ പ്രീമിയം ഗ്രാനൈറ്റ് നോൺ സ്റ്റിക് കോട്ടിങ്ങോട് കൂടിയ 5 ലിറ്റർ ബിരിയാണി പോട്ടാണ്. ശക്തമായ 5 ലെയറോട് കൂടി നിർമ്മിതമായ ഗ്യാസ് സ്റ്റൗവിലും ഇൻഡക്ഷൻ കുക്ക് ടോപ്പിലും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഈ പോട്ടിൽ കുറഞ്ഞ എണ്ണയിൽ ഭക്ഷണം പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ പാചകം ചെയ്യാം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കൂടാതെ PFOA പോലുള്ള രാസവസ്തുക്കളാൽ നിർമ്മിതമായ മറ്റ് നോൺ സ്റ്റിക് പോട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി ആരോഗ്യത്തിന് പൂർണ്ണ പരിഗണന നൽകിക്കൊണ്ട് PFOA ഫ്രീ ആയിട്ടുള്ളതും ISI സർട്ടിഫൈഡ് ആയതുമായ പ്രോഡക്റ്റാണ് നോൾട്ടയുടെ ഗ്രാനൈറ്റ് നോൺ സ്റ്റിക് കുക്ക്വെയർ. എല്ലാം തന്നെ നല്ലൊരു പ്രീമിയം ലുക്ക് എന്നതിനേക്കാൾ ഉപരി ആരോഗ്യത്തിന് പരിഗണന നൽകുന്നു എന്നതാണ് നോൾട്ടയുടെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഈ പറഞ്ഞ 5 ലിറ്റർ കൂടാതെ 12.5 ലിറ്റർ വരെ കപ്പാസിറ്റിയുള്ള നോൾട്ടയുടെ ബിരിയാണി പോട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ 65 ബിരിയാണി ഇതിൽ തയ്യാറാക്കിയാലോ? അപ്പോൾ ഈ ഗ്രാനൈറ്റ് ബിരിയാണി പോട്ട് അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിച്ച എണ്ണയിൽ നിന്ന് കുറച്ച് ഭാഗം ഒഴിച്ചു കൊടുക്കാം. അതൊരു 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ നെയ്യും വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് ഒരു വലിയ കറുവപ്പട്ട, 1 ടീസ്പൂൺ വലിയ ജീരകം, 6 ഏലയ്ക്ക, 6 ഗ്രാമ്പു, 1 ബേ ലീഫ് ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. അപ്പോൾ ഈ ചേർത്ത് കൊടുത്ത സ്പൈസസ് ഒക്കെ മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. ശേഷം വീണ്ടും നല്ലതുപോലെ മൂപ്പിക്കുക. അതായത് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറി നല്ലൊരു മണം വന്ന് തുടങ്ങുന്നത് വരെ വേണം മൂപ്പിക്കാൻ. അപ്പോൾ അതും കൂടി മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 4 മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ്. അത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സവാള മൂത്ത് ചുവന്ന് ഈ കാണുന്നത് പോലെ ഒരു ബ്രൗൺ കളറായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 2 ചെറിയ തക്കാളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതായത് ഈ മസാലക്കൂട്ട് നന്നായിട്ട് മൂക്കുന്നതോടൊപ്പം തന്നെ തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് മസാലക്കൂട്ടുകളുമായി ചേരണം. അപ്പോഴാണ് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ. ഇവിടെ നമ്മൾ 1/4 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ഈ തൈരും മല്ലിയിലയും മസാലക്കൂട്ടുകളും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റൈസ് വേവിച്ചെടുക്കാൻ ആവശ്യമായ വെള്ളമാണ്. ഇവിടെ നമ്മൾ 1 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ വെള്ളം തിളച്ചു തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 1/2 കിലോ ബസുമതി റൈസ്
അരമണിക്കൂർ കുതിർത്ത് കഴുകി വാരി വെച്ചത് ഇട്ട് കൊടുക്കുക. അങ്ങനെ അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ എല്ലാം ഈ കാണുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കുറഞ്ഞതൊരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ഈ വെള്ളമെല്ലാം നല്ലതുപോലെ തിളച്ചു തുടങ്ങും. ഈ സമയം നമുക്ക് ഈ പോട്ട് ഒരു ലിഡ് ഉപയോഗിച്ച് അടച്ചിട്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 15 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിക്കാം. ഈ സമയം കൊണ്ട് തന്നെ റൈസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അതായത് ഇവിടെ ഇപ്പോൾ ഏതാണ്ട് ഒരു 75% റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആ ചേർത്ത് കൊടുത്ത വെള്ളം അത് 95% വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മേലെയായി നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ പീസ് ഉണ്ടല്ലോ അത് നിരത്താം. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് പോട്ട് അടച്ച് കുറഞ്ഞതൊരു 1 മണിക്കൂറെങ്കിലും ദമ്മിടാം. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ അതിലെ വെള്ളമെല്ലാം പൂർണ്ണമായും വറ്റി നമ്മുടെ ബിരിയാണി കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65 ബിരിയാണിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.